ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ക്ലാസ് ടി ആംപ്ലിഫയറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണത് 500 വാട്ട് RMS ഉള്ള ഒരു ക്ലാസ് ടി ആംപ്ലിഫയർ. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ ഡുവൽ പവർ സപ്ലൈ ആണ്. മാക്സിമം 70-0-70 ആണ് കൊടുക്കേണ്ടത്. 50-0-50 കൊടുത്താൽ വർക്കാവും. അപ്പോൾ അതിന് പറ്റിയ 12 വോൾട്ടിൽ കൊടുക്കാൻ പറ്റിയ, അതായത് വണ്ടിയിലൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പവർ സപ്ലൈ ആണ് നമ്മൾ ഇന്ന് നോക്കാം. ഈ പവർ സപ്ലൈൻ്റെ ബോർഡ് കുറച്ച് സൈസ് കൂടുതലാണ്. അപ്പോൾ സ്റ്റീരിയോൻ്റെ അകത്ത് വെക്കാൻ നടക്കാൻ ചാൻസ് കുറവാണ് വണ്ടിയിലൊക്കെ വെക്കുന്ന ആൾക്കാർ. അല്ലെങ്കിൽ അത്രയും കുറച്ചുകൂടി വലിയ ഒരു ക്യാബിനൊക്കെ ആണെങ്കിൽ നടക്കും. അത്യാവശ്യം കുറച്ച് നല്ല സൈസ് ഉണ്ട് പവർ സപ്ലൈക്ക്. ഈ പവർ സപ്ലൈൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 1000 എന്തോ ഉള്ളൂ. ചെറിയ റേറ്റാണ് വരുന്നത്. കൂടിയ വിലേൻ്റെ സാധനമുണ്ട്. ഇത് കുറച്ച് വലിപ്പമുള്ളതല്ലേ. ഇതിൻ്റെ കുറച്ചും കൂടെ സൈസ് കുറവുള്ള പവർ സപ്ലൈ ഉണ്ട്. പക്ഷെ അതിന് വില കൂടുതലാണ്. 2500 കൊണ്ട് വരുന്നുണ്ട്. പക്ഷേ സൈസ് കുറവാണ്. സ്റ്റീരിയോൻ്റെ അകത്തൊക്കെ വെക്കുന്ന ആൾക്കാർക്ക് അത് വെക്കാൻ പറ്റും. സബിൻ്റെ ബോർഡ് ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പവർ സപ്ലൈ ഉപയോഗിക്കുന്നത്. അതായത് 12 ഇഞ്ചിൻ്റെ 350-400 വാട്ട് RMS വരുന്ന സബ്ബുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഡബിൾ മാഗ്നറ്റ്. അതിനെ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള പവർ സപ്ലൈ കൊടുത്തിട്ട് മറ്റേ ക്ലാസ് ടി ആംപ്ലിഫയർ യൂസ് ചെയ്ത്. അതാകുമ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടുതലാണ് ക്ലാസ് ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോർഡിൻ്റെ സെറ്റപ്പ് നോക്കിയാലോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി PCBയിലാണ് ബോർഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവരുടെ ബ്രാൻഡ് നെയിമൊക്കെ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വാഹനങ്ങളിലൊക്കെ ഉള്ള DC സപ്ലൈ 12 വോൾട്ടിന് 50-0-50 മാറ്റി കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതുപോലുള്ള ക്ലാസ് ടി ആംപ്ലിഫയറുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് 12 വോൾട്ട് കൊടുക്കേണ്ടത് ഇവിടെയാണ്. സപ്ലൈ തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല, ഒരു ഡയോഡ് അവർ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പുറത്ത്. ഔട്ട്പുട്ട് പോസിറ്റീവ്, ഗ്രൗണ്ട് നെഗറ്റീവ്. ഇത് ആംപ്ലിഫയറിലേക്ക് കൊടുക്കുമ്പോൾ ഒരിക്കലും തിരിഞ്ഞു പോകാൻ പാടില്ല. ആംപ്ലിഫയർ ആ സ്പോട്ടിൽ അടിച്ചു പോകും. ചെറിയ രീതിയിൽ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രീസെറ്റ് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. പിന്നെ കോയിലൊക്കെ കാണാൻ നല്ല വൃത്തിയൊക്കെ ഉണ്ട്. വൈൻഡ് ചെയ്തിരിക്കുന്ന കാണാൻ വേണ്ടിയിട്ടൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇവരാണ് ഹൈ ഫ്രീക്വൻസിയിൽ സ്വിച്ച് ചെയ്യുന്നത്. പിന്നെ അതിന് ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള IC ആണ് അവിടെ. ആംപ്ലിഫയർ ടെസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പവർ സപ്ലൈനെ കുറിച്ച്. അപ്പോൾ അതിന് വേണ്ടി ചെയ്ത വീഡിയോ ആണിത്. 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ 50-0-50 ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഗൈസ്, ബോർഡിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഒരു പ്രൊഡക്റ്റുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ, സീ യു.